നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ടീം ഇന്ത്യ ഇന്നലെ ന്യൂസിലാൻഡിനോട് 4ാം T20 50 റൺസിനാണല്ലോ പരാജയപ്പെട്ടത്. ശിവൻ ദ്യൂബ ഒഴികെ മറ്റാർക്കും അത്ര മികച്ചൊരു പ്രകടനം ഇന്നലെ നടത്താനും പറ്റിയില്ല. അപ്പോൾ കളി കഴിഞ്ഞിട്ട് നമ്മളിട്ട വീഡിയോയുടെ താഴേക്ക് ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നത് കണ്ടു, എന്തുകൊണ്ട് അയ്യരെ ഇറക്കിയില്ല? ഇഷാൻ കിഷന് പരിക്കായിട്ടും എന്തുകൊണ്ട് അയ്യരെ ഇറക്കിയില്ല? 6 ബാറ്റർമാരെ മാത്രമാണല്ലോ ഇന്നലെ പ്ലേയിങ് ലെവലിലുണ്ടായിരുന്നു. നമ്പർ 7 വന്നത് ഹർഷിത് റാണയാണ്. അപ്പോൾ അയ്യരെ ഇറക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബാറ്റിംഗ് ഒന്നുകൂടി ഡെപ്ത് ആവുമായിരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇഷാൻ കിഷന് പകരം ഹർഷ്ദീപ് സിംഗ് ആണ് ഇന്നലെ പ്ലേയിങ് ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ്, എവിടെയാണ് പിഴച്ചത് എന്നുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ശ്രേയസ് അയ്യർ വേൾഡ് കപ്പ് ടീമിലില്ല. അപ്പോൾ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഈ ഒരു പരമ്പരയിൽ ഓൾറെഡി പരമ്പര ജയിച്ചും കഴിഞ്ഞു. ഡെഡ് റബ്ബർ ആയിട്ടുള്ള 2 കളികളാണിത്. അപ്പോൾ അതിൽ ഈ കളിയിൽ ശ്രേയസ് അയ്യരെ ഇറക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഗുണവുമില്ല. എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ഒരു പ്ലെയിൻ ടൈം കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ തൊട്ടടുത്ത് കളികളൊന്നുമില്ല, പിന്നെ IPL ആണ്. അപ്പോൾ അതുകൊണ്ട് അയ്യരിങ്ങനെ ബാക്കപ്പായിട്ട് സ്ക്വാഡിൽ വെച്ചു എന്നല്ലാതെ, തിലക് വർമ്മക്ക് പകരം വന്നു ബാക്കപ്പായിട്ട് സ്ക്വാഡിലുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, നിങ്ങളുടെ ടീമിൽ ബൗളിംഗ്, ഇപ്പോൾ നമ്മൾ ഒരു എതിർ ടീമിനെ നോക്കുമ്പോൾ അവരുടെ ടീമിൽ ബൗളിംഗ് ചെയ്യുന്ന കളിക്കാർ, ബൗളർമാർ മിക്കവരും ബാറ്റ് ചെയ്യാൻ കൂടി കപ്പാസിറ്റി ഉള്ളവരാണ്. ഇപ്പോൾ സാൻഡർ ആണെങ്കിലും ഫോക്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടല്ലോ. പക്ഷെ നമ്മുടെ ടീമിൽ ഹർഷിത് റാണയാണ് ഈ ബൗളർമാരിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ബാറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരാൾ. അതും എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ ഇങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് നമ്പർ 8 ഇന്ത്യക്ക് ഒരു പ്രോബ്ലമാണ്. അവിടെ ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബൗളർ, അതായത് കുറച്ച് ബാറ്റ് ചെയ്യാനും കൂടി കഴിയുന്ന ഒരു ബൗളർ ഇല്ല എന്നുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഇന്നലെ ഒരു ബാറ്ററുടെ എണ്ണം കുറഞ്ഞപ്പോൾ നമ്പർ 7 മുതലേ അങ്ങനെ ആയിപ്പോയി. അതാണ് സംഭവിക്കുന്നത്. നോക്കുക, ഇപ്പോൾ ഇതിലിപ്പോൾ ഹർഷിത് റാണ ഒഴികെയുള്ള നമ്മുടെ ബൗളർമാർ, ബൂംറ, അതുപോലെ തന്നെ കുൽദീപ് യാദവ്, ഹർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയ്, ഇവരൊക്കെയാണ് നമ്മുടെ സ്ക്വാഡിൽ ഉള്ളത്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ബാറ്റിംഗ് സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. അത് തന്നെയാണ് നമുക്കിന്നലെ പ്രശ്നമായിട്ട് മാറിയത്. കാരണം ദ്യൂബ ഒരു ഭാഗത്ത് അടിച്ചു പോകുമ്പോൾ മറുഭാഗത്തു കൂടി അതുപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ, മാത്രമല്ല ദ്യൂബ ഔട്ടാവുന്ന സമയത്ത് ഹർഷിതിൻ്റെ മുഖം ഒന്ന് കാണണം, തീർത്തും അദ്ദേഹത്തിന് തന്നെ അറിയാം. കാരണം മറുഭാഗത്ത് പിന്നെ നിന്ന് കളി കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാളില്ല. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ ലൈനപ്പ് ഒക്കെ നോക്കിയാൽ അവസാനം വരെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ബോളർമാരുണ്ട്. നമ്മുടെ അവസ്ഥ അതല്ല. അത് തുറന്ന് കാണിച്ച ഒരു ദിവസം കൂടിയാണ് കടന്നുപോയത്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തുകൊണ്ട് അയ്യരെ കളിപ്പിച്ചില്ല 6 ബാറ്റർമാർ മാത്രം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, അയ്യർ വേൾഡ് കപ്പ് ടീമിലില്ല. സിമ്പിളാണ്. വേൾഡ് കപ്പ് ടീമിൽ ഇല്ലാത്തൊരാൾക്ക് ഇപ്പോൾ പ്ലെയിൻ ടൈം കൊടുക്കുന്നതിൽ ഒരർത്ഥവുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.